ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് ഡെസേർട്ടിലേക്കാണ്. ബഗ്ഗി റൈഡിങ്ങും ക്യാമൽ റൈഡിങ്ങും ഒക്കെ ഇഷ്ടപ്പെട്ടവർക്കുള്ള ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഇവിടെ. റിയാദ് ടൗണിന്റെ അടുത്തായിട്ടാണ് ഈ സ്പോട്ട് വരുന്നത്. ഇതിന്റെ ലൊക്കേഷനായി ഇവിടെ ടാഗ് ചെയ്തേക്കാം. റെഡ് സാൻഡ് ഡ്യൂൺസ് എന്നാണ് ഈ പ്ലേസ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഡെസേർട്ട് ഒരു റെഡ് കളർ ആയതുകൊണ്ടാണ് ഇവിടെ റെഡ് സാൻഡ് ഡ്യൂൺസ് എന്ന പേര് വന്നത്. റൈഡിംഗ് ഒക്കെ ക്രേസ് ആയിട്ടുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലേസ് ആണ്. ഇവിടെ പിന്നെ പാരച്യൂട്ട് റൈഡിംഗ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ കൂടാതെ ഹോഴ്സ് റൈഡിങ്ങും. പിന്നെ ഞങ്ങൾ എടുത്തേക്കുന്ന ഈ ബഗ്ഗി റൈഡിങ്ങിന് 1 അവറിന് ഇത്ര റിയാൽ എന്ന് വെച്ചിട്ടുള്ള കണക്കുണ്ട്. ഞങ്ങൾ 60 റിയാലിനെയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഡിഫറെൻറ്റ് മോഡലായിട്ടുള്ള റൈഡിങ്സ് ഉണ്ട്. അത് 40 റിയാൽ, 120 റിയാൽ, 60 റിയാൽ അങ്ങനെ പല പ്രൈസിൽ വരുന്നത്. പിന്നെ ഞങ്ങൾ 3 ആളും കൂടിയിട്ടാണ് കയറിയിരിക്കുന്നത് കേട്ടോ. സോളോ ഡ്രൈവിംഗ് ആണ്. എന്നാൽ കൂടി ഞങ്ങൾ 3 ആളും കൂടിയിട്ടാണ് കയറിയിരിക്കുന്നത്. 3 ആളും കൂടി കയറിയിട്ട് ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, മണ്ണ് കൂനിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും പൊതിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയിട്ട് വീണ്ടും തള്ളിക്കയറ്റേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടൊരു ടോപ്പിൽ നിന്ന് താഴോട്ട് സ്റ്റൈലാക്കി ഇറക്കാൻ നോക്കിയതാണ് കേട്ടോ. അപ്പോഴേക്കും മണ്ണിൽ പൊതിഞ്ഞിട്ട് താഴേക്ക് വീഴുകയായിരുന്നു. പിന്നെ മണ്ണായതുകൊണ്ട് മാത്രം ഒന്നും പറ്റിയില്ല. തലയിലും ദേഹത്തും ഒക്കെ കുറേ പൊടിയും മണ്ണും പറ്റിയത് മാത്രം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പാളയിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ നമ്മൾ വലിച്ചുകൊണ്ട് പോകത്തില്ലേ, അതുമാതിരി ആൾ വണ്ടിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അച്ചൂട്ടിയിൽ കയറുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അച്ചൂട്ടിനെയും കൂടെ കയറ്റി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എന്നോട് ചോദിക്കുന്നത് എന്നോട് കയറുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഫുള്ള് പൊടിയാകുന്നതുകൊണ്ട് ഞാൻ കയറുന്നില്ല എന്ന് വെച്ച്. അതുമാത്രമല്ല, ഞാൻ കയറിയിരുന്നു കഴിഞ്ഞാൽ അത് നീങ്ങുമെന്ന് പോലും അറിയത്തില്ല. എന്നാലും എനിക്ക് മടിയായിരുന്നു. പിന്നെ അച്ചൂട്ടിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. ഇവിടെ വണ്ടി പതിഞ്ഞിട്ട് 2 ആളും കൂടെ വലിച്ചു മാറ്റുകയാണ് ചെയ്തത്. പിന്നെ ഇവിടെ നിന്ന് ടോപ്പിലോട്ട് ഞങ്ങൾ വണ്ടി ഓടിച്ച് കയറ്റിയപ്പോഴാണ് ഞങ്ങൾ വീണത്. അപ്പോൾ എൻ്റെ വെയിറ്റ് കൊണ്ടിട്ടാണ് ഞങ്ങൾ വീണതെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കുമായിരുന്നു ചേട്ടൻ. ഇത് ഇടിച്ചു കൊല്ലുകയാണ് നമ്മളെ. കളിപ്പാട്ടാ. അയ്യോ, ഇങ്ങനെ നേരത്തെ ഇറക്കാൻ നോക്കിയപ്പോഴാണ് ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് ഇറക്കാൻ നോക്കിയപ്പോഴാണ് ഞങ്ങൾ വീണത്. ഇവിടെ ഇപ്പോൾ ഇറക്കാൻ കുറച്ച് പേടിയുണ്ട്. ഇറക്കണോ വേണ്ടയോ എന്നുള്ള ഒരു രീതിയിൽ നിൽക്കും. എന്നാലും ഞങ്ങൾ ഓടിച്ച് പതുക്കെ ഇറക്കി. പിന്നെ എടുത്തു പറയേണ്ടത് ഈ പാരച്യൂട്ടാണ് കേട്ടോ. സ്കൈ ഡൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ഇവിടെ പോകണം. അപ്പം ഇവിടെ ഇതിൽ കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കയറുമ്പോൾ ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ. കയറി കഴിഞ്ഞപ്പോൾ ആ ത്രില്ലൊക്കെ പോയി. വേറെ ഒന്നും കൊണ്ടല്ല, ശരിക്കും പേടിയായിരുന്നു കേട്ടോ. താഴോട്ട് വീഴുമോ എന്നുള്ള ഭയങ്കര പേടിയുണ്ടായിരുന്നു. മുകളിൽ കയറിയിട്ട് വീഡിയോസ്, ടോപ്പിൽ കയറിയിട്ടെല്ലാം ഫുള്ള് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല പേടിയായിരുന്നു. ഇപ്പം വീഴുമെന്നുള്ള ഒരു പേടി മാത്രമായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ ഓടിക്കുവാണെങ്കിൽ അത്ര പ്രശ്നം വരത്തില്ല. പക്ഷേ ആൾ ഓടിച്ചപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബെൻഡൊക്കെ ചെയ്ത് ഓടിച്ചപ്പോഴത്തേക്കും ശരിക്കും വീഴുമെന്നുള്ള പേടിയായിരുന്നു. പിന്നെ ഞാൻ കലാസ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. കണ്ണൊക്കെ ഇറുക്കി പിടിച്ചിട്ടാണ് ഇരുന്നത്. താഴോട്ട് നോക്കുമ്പോഴേ ശരിക്കും പേടിയാവും. ഈ പാരച്യൂട്ട് പ്രൈസ് വരുന്നത് 150 റിയാലാണ് കേട്ടോ.
എല്ലാവരും ലാസ്റ്റ് നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീമും വാങ്ങിച്ച് തിരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എഗെയിൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.